മുൻ MLA PV അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ചോദ്യം ചെയ്തത്. ED കൊച്ചി ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പാ തട്ടിപ്പ്, ആലുവയിൽ 11 ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തൽ, അനധികൃത സ്വത്ത് വർധനവ് തുടങ്ങിയ കേസുകളാണ് അൻവറിനെതിരെ ചുമത്തിയിട്ടുള്ളത്. നേരത്തെ അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് അൻവർ ഒരേ ഭൂമിയിൽ 2 വായ്പ എടുത്തുവെന്നാണ് പ്രധാന പരാതി. കൊല്ലത്തെ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പരാതിയെ തുടർന്നായിരുന്നു വിജിലൻസ് അന്വേഷണം. ഇതിന് പിന്നാലെയാണ് കള്ളപ്പണ ഇടപാടിൽ ED കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. പരാതിക്കാരൻ മുരുകേഷ് നരേന്ദ്രനെ വിളിച്ചു വരുത്തി ED മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ സാമ്പത്തിക ആവശ്യം വരുമ്പോൾ ലോൺ എടുക്കുന്നവരാണ്. അങ്ങനെ ഒരു ലോൺ എടുത്ത വ്യക്തി കൂടിയാണ് ഞാൻ. 9 കോടി ലോൺ എടുത്തതിൻ്റെ ഭാഗമായി 5,79,00,000 രൂപ തിരിച്ചടവും നടത്തി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പേയ്മെൻറ്റുകൾ മുടങ്ങിയിട്ടുണ്ട്. ആ ലോണ് KFCയിൽ നിന്നാണ്, കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന്. അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കേരളത്തിലെ വിജിലൻസ് ഞാൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു എന്ന രീതിയിൽ ഒരു 420 ചീറ്റിംഗ് കേസ് ഇട്ടുകൊണ്ടൊരു കേസെടുക്കുകയുണ്ടായി. ആ കേസിനെ ബലത്തിൽ ഈ FIR-നെ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ പരാതി കിട്ടിയാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷണം സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇങ്ങനെ അന്വേഷിക്കാനുള്ളൊരു കേസുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കേസ് എടുത്തത് കേരളത്തിലെ വിജിലൻസാണ്. അതിൻ്റെ രാഷ്ട്രീയം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കേരളത്തിൽ പിണറായി ഗവൺമെൻറ്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമാസനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്നു മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണിത്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയിലാണ്. എനിക്കെതിരെയുള്ള നിരവധിയായ കള്ളക്കേസുകളിൽ എപ്പോഴും എനിക്ക് ആശ്വാസമായതും എനിക്ക് നീതി ലഭിച്ചതും കേരളത്തിലെ കോടതികളിൽ നിന്ന് തന്നെയാണ്. ആ കോടതികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ കേരള ഗവൺമെൻറ് നിലകൊള്ളുന്ന നിലപാടുകൾക്കെതിരെ, കള്ളക്കേസുകൾക്കെതിരെ കോടതിയിൽ പോരാട്ടം തുടരും. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലുകൾക്ക് കൃത്യമായ ഉത്തരം നൽകാനും എൻ്റെ ഭാഗം വിശദീകരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരും അത് പരിശോധിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.